ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ സെൻട്രൽ തിയേറ്ററിന് മുമ്പിലാണ്. 1945 തുടങ്ങിയ തിരുവനന്തപുരത്തെ ഏറ്റവും പഴക്കമേറിയ തിയേറ്ററുകളിൽ ഒന്ന്. അനന്തപുരിയുടെ മണ്ണിൽ നഗരത്തിൻ്റെ ഒത്ത മധ്യത്തിലാണ് സെൻട്രൽ തിയേറ്ററിൻ്റെ സ്ഥാനം. 1945 സെൻട്രൽ തിയേറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. നസീറിൻ്റെയും ജയൻ്റെയും ഒരുപാട് സിനിമകൾ നിറഞ്ഞ പ്രേക്ഷകരാലും കരഘോഷങ്ങളാലും ഈ തിയേറ്ററിനുള്ളിൽ മുഴിഞ്ഞുകേട്ട ഒരു കാലമുണ്ടായിരുന്നു. രാത്രി 12 മണിക്ക് ഷോ വെച്ചാലും സെൻട്രൽ തിയേറ്ററിൽ ഹൗസ്ഫുൾ ബോർഡ് തൂക്കിയിരുന്നു. ഒരിക്കൽ ഒരു കാലഘട്ടത്തിൽ അനന്തപുരിയിലെ മനുഷ്യരെ സിനിമയുടെ നിർവൃതിയിലേക്ക് എത്തിച്ച ഒരു ചരിത്രം പറയാനുള്ള സിനിമാ തിയേറ്ററാണ് സെൻട്രൽ തിയേറ്റർ. തിയേറ്റർ ബേസിക്കലി ഇത് ചെയ്യുമ്പം ഇത് ചെയ്തത് ഒരു ചക്കുലിംഗം പിള്ളി ഫ്രം സിലോൺ. പുള്ളിയാണ് ഇത് തുടക്കത്തിൽ ചെയ്ത് ആരംഭിച്ചത്. പക്ഷേ സാഹചര്യം മാറിയത് കൊണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ഈ തിയേറ്റർ കെട്ടി പകുതിയിലാവുമ്പോൾ അദ്ദേഹത്തിന് നടത്താൻ വയ്യ. അയാൾക്ക് സിലോണിൽ പോകണം അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹം വന്ന് എൻ്റെ അച്ഛനടുത്ത് നിന്ന് താല്പര്യപ്പെട്ടു. എൻ്റെ അച്ഛൻ്റെ പേര് വന്ന് ആർ സുബ്ബയ്യ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ച് അത്ര കൂട്ടുകാരായിരുന്നു. അടുത്ത തിയേറ്റർ ചെയ്തില്ല, നടന്നുകൊണ്ടിരിക്കുമ്പോൾ പണി നടന്നിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നടത്തിക്കൊള്ളും, എനിക്ക് രൂപ തന്നാൽ മതി, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകണം. അങ്ങനെ ആ സാഹചര്യത്തിൽ ഒത്തുവന്നു. അച്ഛനൊക്കെ അത് അച്ഛൻ്റെ ഈ തിയേറ്റർ കൈമാറി. പിന്നെ അച്ഛൻ ഇതിലാണ് ഈ തിയേറ്റർ തുടങ്ങിയതെല്ലാം. അങ്ങനെയാണ് ഈ തിയേറ്റർ അച്ഛൻ്റെ കയ്യിൽ വന്നത്. എൻ്റെ കുട്ടിക്കാലം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് പുറത്തായിരുന്നു. അന്നുകൊണ്ട് ഈ തിയേറ്ററുണ്ട്, ഞാനുണ്ട്. അങ്ങനെ ഇപ്പോൾ തിയേറ്റർ വരും, ഞാൻ പോവും. അതെൻ്റെ കുട്ടിക്കാലമായിരുന്നു. സെൻട്രൽ തിയേറ്റർ പേര് അന്ന് ഈ പ്രോപ്പർ പ്ലേസിൽ സെൻട്രലായി ഇരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സെൻട്രൽ തിയേറ്റർ എന്ന് അന്ന് തിയേറ്റർ. അന്ന് ഇവിടെ ഒന്ന് പ്രദേശത്ത് ഈ ഏരിയ എല്ലാം പുൽവിളിയാണല്ലോ. ഈ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നെൽകൃഷിയാണ് ഈ ഇരിക്കുന്ന അപ്പുറത്തെ പാടം. ഇവിടെ നിന്നാണ് നെൽകൃഷി പോയിട്ട് പോകും. എനിക്ക് അതേപ്പറ്റി അറിഞ്ഞുകൂടാ. ഈ ഇരിക്കുന്ന കനാൽ വന്ന് ആറാണ്, തോടല്ല ആറ്. ഇവിടെ കുളിച്ചിട്ടാണ് പകുതി ജനങ്ങൾ അമ്പലത്തിൽ പോണത്. അതൊരു കാലഘട്ടം. ബട്ട് ഐ ഡോണ്ട് നോ, എനിക്കതേപ്പറ്റി അറിയത്തില്ല. പിന്നെ അതിനുശേഷം ഇത് തോടായിപ്പോയി. ഈ തോടിൽ സംഗമം ചെയ്യുന്നത് കടപ്പുറത്ത്, അങ്ങനെ ബി സി സംഗമത്തിലാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് സെൻട്രലിലെല്ലാം ഇരിക്കുന്നുണ്ട്. സെൻട്രൽ തിയേറ്ററിൽ നിന്ന് അന്ന് ഇതിൻ്റെ നാമീകരണം കിട്ടതാണ്. 1225 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് അന്ന് ഒറ്റ ടൈമിൽ ടിക്കറ്റ് കൊടുക്കുന്നത്. അന്ന് മൺതറയാണ്. പിന്നെയാണ് ബെഞ്ച്. പിന്നെ പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ്, ആണുങ്ങൾ രണ്ട് വേ ആണ്. ഒരു കുറഞ്ഞ ടിക്കറ്റ് 900-800 ടിക്കറ്റ് വരെ ലോ ക്ലാസ് ടിക്കറ്റ് കൊടുക്കും. അന്ന് തറയിലിരിക്കും, ബെഞ്ചിലിരിക്കും. പിന്നെ ബാൽക്കണി എൻ്റെ അറിയിലാകുമ്പം ഞാൻ നോക്കാം അന്ന് 2 രൂപയായിരുന്നു, 2 rupees. അന്നത്തെ കാലമാണ് പറയണേ, ഇപ്പോൾ അല്ല. ഞാൻ ട്രിവാൻഡ്രത്ത് സിനിമ കാണുമ്പോൾ 25 പൈസയാണ്, 25 പൈസ അന്ന് ഞാൻ കണ്ടത്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ. എന്നാൽ ഇന്ന് സെൻട്രൽ തിയേറ്റർ ശ്രദ്ധേയമാകുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊന്നുമല്ല. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഐമാക്സിനെയും 7Dയെയും തേടി സിനിമാ പ്രേക്ഷകരും പോകുമ്പോൾ പഴയ ഫിലിം പെട്ടികളുമായി പഴമയുടെ പ്രൗഢി മാത്രം നിലനിർത്തുന്നു എന്നതാണ് സെൻട്രൽ തിയേറ്ററിൻ്റെ പ്രത്യേകത. ഇന്നും ഫിലിമിലാണ് ഇവിടെ സിനിമാ പ്രദർശനം നടത്തുന്നത്. 48ഓളം ഫിലിം പെട്ടികളാണ്, അതായത് 48ഓളം സിനിമകളാണ് ഇവിടെ മാറി മാറി പ്രദർശനം നടത്തുന്നത്. 50 രൂപ ടിക്കറ്റ് ചാർജിൽ ദിവസവും 4 ഷോയാണ് പ്രദർശനം. ആരോമലുണ്ണിയാണ് ആദ്യത്തെ സിനിമാസ്കോപ്പുള്ള കുഞ്ചാക്കോര്. അതിലാണ് ഈ സ്ക്രീൻ വടിയാക്കിയത്. അകത്ത് സ്ക്രീൻ ആക്കിയത് സിനിമാസ്കോപ്പിന് വേണ്ടിയാണ്. പിന്നെ അതിനുശേഷം ഒരുപാട് കളർ ഫിലിം സിനിമാസ്കോപ്പ് പടങ്ങൾ ഒരുപാട് വന്നല്ലോ. പിന്നെ കോളികളൊക്കെല്ലാം പിന്നെ വന്നതില്ല. ഇവിടെ വരാത്ത BAPs ഇല്ല, വരാത്ത മന്ത്രിമാരില്ല. പിന്നെ തിരുവനന്തപുരത്തിലുള്ളവർക്ക് എല്ലാ വിധത്തിലും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് സിനിമാശാലയാണ്. അന്ന് ഇവിടെ കേരളത്തിൽ എൻ്റർടൈൻമെൻറ്റായിട്ട് ഒന്നും ഇല്ല. ശംഖുമുഖം ബീച്ചുണ്ട്, കോവളമുണ്ട്, അത്ര അല്ലാതെ ഞായറാഴ്ച ശനിയാഴ്ച എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കൊരു ഹറം, സിനിമ ഉണ്ടോ എന്ന്. കാരണം തിരുവനന്തപുരത്തിൽ ഒരു പടം റിലീസ് ചെയ്യുമ്പോൾ അടുത്ത റിലീസ് ചെയ്യുന്ന ആറ്റിങ്ങലായിരിക്കും. ഇടവഴിക്കുള്ള തിയേറ്റർ ഇരുന്നാലും 25-40 കിലോമീറ്റർ ദൂരത്തിൽ ഓരോ തിയേറ്റർ ഇരിക്കുന്നത്.
അന്ന് റിലീസിങ് പണം കൊടുക്കത്തുമില്ല. അന്ന് റിലീസിങ് പണം കൊടുക്കുന്നത് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. ഇതാണ് മെയിൻ. ഈ മൂൺ ഷോയും കൊണ്ടുവന്നത് അച്ഛനാണ്. ഈ മൂൺ ഷോ സമ്പ്രദായം കൊണ്ടുവന്നത് ഒരു ഞായറാഴ്ച തുടങ്ങി വെച്ചതാണ്. പണ്ട് ഒരു ഞായറാഴ്ച മൂൺ ഷോ ഉള്ളൂ. അത് അച്ഛൻ തന്നെ തുടങ്ങി വെച്ചത്. രാവിലെ തുടങ്ങി 6 ഷോ 7 ഷോ, വെളുപ്പാങ്കൽ 8 മണിക്ക് പടം തീരും. 3.5 മണിക്കൂറാണ് ഒരു ഷോ ഓടുന്നത്. അന്ന് സെക്കൻഡ് ഷോ തുടങ്ങുന്നത് 10:30 മണിക്കാണ്, 11 മണിക്കാണ്. രാത്രി സെക്കൻഡ് ഷോ തീരുമ്പോൾ 3 മണിയാവും. ഇന്ന് ആ നിലമ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ട്രിവാൻഡ്രത്തില്ല, ഇപ്പോൾ കേരളത്തിൽ നൈറ്റ് ഷോ 10:30 വെച്ചിരിക്കുകയാണ്. 11 മണിക്ക് വയ്ക്കുന്നുണ്ട്. ഇതാണ് 30-40 കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് തിരിച്ച് ബ്രേക്ക് ചെയ്തു. ഈ തിയേറ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുറിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ചേട്ടാ, ഇതിപ്പോ എന്താ ചെയ്യുന്നത്? റീവെൻഡിങ് ചെയ്യുകയാണ്. റീവെൻഡിങ് ചെയ്യുന്ന വെച്ചാൽ പടം ഓടി ഇറങ്ങി എൻ്റെ ഇരിക്കുകയാണ്. ഇതിപ്പോ ബിഗിനിങ്ങിലാക്കുകയാണ്. ഓക്കെ ഓക്കെ. അതായത് ഓടി ഇറങ്ങുമ്പോൾ തലകുത്തനെ വന്ന് നിൽക്കും. ഫിലിം തലകുത്തനെ വന്ന് നിൽക്കും. ഇതിപ്പോ ബിഗിനിങ്ങിലാക്കുകയാണ്. പിന്നെയും എൻഡ് ടു ബിഗിനിങ്ങിലേക്ക് കറക്കിക്കൊണ്ടിരിക്കുക. മുമ്പ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കറക്കി എൻ്റെ ബിഗിനിങ് വരെ കറക്കും. നേരെ ഇത് സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നിട്ട് ഓക്കെ ഓക്കെ. ഇപ്പോൾ ഈ സ്വിച്ച് ഇങ്ങനെ ഇട്ടാൽ മതി അല്ലേ? ഈ സ്വിച്ച് ഇട്ടാ ഓട്ടോമാറ്റിക്കായി ഇറങ്ങിക്കോളും. ഓക്കെ ചേട്ടാ, ഓക്കെ ഓക്കെ. ചേട്ടാ, എത്ര നാളായി ഇവിടെ? ഞാൻ 40 കൊല്ലമായി. 40 കൊല്ലമായിട്ട് ഇവിടെ തന്നെയാണ് ജോലി. അപ്പൊ ഈ തിയേറ്ററിന് 40 വർഷമുള്ള വന്ന മാറ്റങ്ങൾ ആദ്യമൊക്കെ നല്ല മലയാള പടമായിരുന്നു. അത് കഴിഞ്ഞ് തമിഴായിരുന്നു പടങ്ങൾ. ഈ പ്രൊജക്ട് ഏതാ ചേട്ടാ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നത്? സൂപ്പർ സിംപ്ലക്സ്, അമേരിക്കയുടെ. ഇതിപ്പോ ഇപ്പൊ വന്നിട്ട് 2 കൊല്ലം ആവണേ ഉള്ളൂ. 1 കൊല്ലം തികഞ്ഞതേ ഉള്ളൂ. ഇത് വന്നിട്ട് പുതുതായിട്ട് വന്നതാണ്. ഇത് പുതിയതായിട്ട് വന്നത്. ഇരിക്കുന്നത് അമേരിക്കയുടെ സാധനമാണ്. അതാണ് മറ്റേ കാർബൺ ആവറേജ് ഒരു 100, 50, 60 അത്രേ ഉള്ളൂ. അല്ല ഫുള്ളായൊന്നും ആവില്ല. ഇവിടെ ഇതുവരെ പ്ലേ ചെയ്ത സിനിമകൾ ചേട്ടൻ എത്ര വട്ടം കണ്ടിട്ടുണ്ടാവും കുറഞ്ഞത്? ഞാൻ കൂടുതലും തമിഴേ കാണുള്ളൂ. തമിഴാണ് കൂടുതലും തമിഴ് പടമേ കാണുള്ളൂ. കൂടുതലും ഇവിടെ എംജിആറിൻ്റെ പടം കളിക്കുമ്പോൾ ഫുള്ളും കാണും. ഞാൻ എല്ലാ ഷോയും കാണും. എംജിആറിൻ്റെ പടം കളിക്കും. എല്ലാ ഷോയും കാണും. പിന്നെ മലയാളം സത്യൻ സാറിൻ്റെ, നസീർ സാറിൻ്റെ അങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണും. നല്ല പടങ്ങളൊക്കെ. കൂടുതലും തമിഴാണ് ഇവിടെ കൂടുതലും കളിക്കുന്നത്. ഞാൻ വന്ന തമിഴേ കളിച്ചിട്ടുള്ളൂ ഇഷ്ടം പോലെ. അടൽസൊള്ളി സിനിമകൾ എന്ന് വിശേഷിപ്പിക്കുന്ന A സർട്ടിഫിക്കറ്റ് സിനിമകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ആളില്ലാതെ പുതിയ സിനിമകൾ ഷോ ക്യാൻസൽ ആവുന്ന ഈ കാലത്തും സെൻട്രൽ തിയേറ്ററിൽ എല്ലാ ഷോയ്ക്കും ആളുണ്ട്. ഞായറാഴ്ചകളിൽ 120 മേലെ ടിക്കറ്റുകളോളം പോകാറുമുണ്ട്. ഇത് ആളുകൾ കൊണ്ട് പുറത്തുന്ന സിനിമ എന്ന് വെച്ചാൽ പണ്ടും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്തിനാണ്? മലയാള പടങ്ങൾ റിലീസ് ചെയ്ത കാലത്തിലും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് സർട്ടിഫിക്കറ്റ്? അതിന് ചില ടെമിറ്റേഷൻ സീൻ, ഈ ആണും പെണ്ണും ചേരുമ്പോൾ ടെമിറ്റേഷൻ, ഒരു മുഖത്തിന് കിസ് കൊടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ സീനിന് ടെമിറ്റേഷന് വേണ്ടി സർട്ടിഫിക്കറ്റ് അഡൽട്സ് ഉള്ളവർ മാത്രം കണ്ടാൽ മതി. മറ്റവരെ കാണേണ്ട സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനാണ് എന്നൊരു ക്വസ്റ്റ്യൻ ഇട്ടത്. അല്ലാതെ വരുന്ന പടങ്ങളിൽ എയിലേ ഉള്ളൂ. ഇപ്പം ഇംഗ്ലീഷ് പടത്തിൽ കാണിക്കുന്നുണ്ടല്ലോ. ഫിലിം ഫെസ്റ്റിവൽ നടക്കണോ? ഫിലിം ഫെസ്റ്റിവലിൽ നീ കാണിക്കുന്നത് എന്താണെന്നതിൽ ഫുൾ നെഗറ്റീവ് കാണിക്കുന്നത്. അതിന് ഉണ്ടോ? അപ്പം ഇത് വന്ന് ഒരു പബ്ലിസിറ്റി. അവിടെ പടമാണ്. ഇല്ലാത്ത പടം ഏതാ? അപ്പോൾ അങ്ങനെ ഒരു പബ്ലിസിറ്റി ആകുമ്പോൾ ആ തിയേറ്ററിൽ കാണുന്ന പടം കാണാൻ പോവാം. നീ വീട്ടിൽ ഇരുന്ന് OTT കാണുന്നത് പടമല്ലേ കാണണം. അത് ആര് ക്വസ്റ്റ്യൻ ചെയ്യുന്നു? അല്ലാതെ പടം വരാതെ പടങ്ങളുണ്ടോ? മോഹൻലാൽ പടം അഭിനയിക്കാതെ സിൽക്ക് സമേതയുടെ പടം സ്പടികയൊക്കെ വന്നു. അതിലൊക്കെ ടെമ്പറ്റേഷൻ എന്തായിരുന്നു? പിന്നെ നമ്മൾ ഇന്ത്യക്കാരും അത് കിസ് കാണിച്ചാൽ അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ബോഡി മീൻ, അത് മീനിങ് ഇല്ല. പിന്നെ സെൻസാർ ബോർഡിലെ കുറേ ആൾക്കാർ കാണും, അവിടെ അതിൻ്റെ മറ്റതാണ് ഡയലോഗ് കൂടിപ്പോയി. സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്ന് പറയണത്. ഏത് പടത്താണ് സിഗരറ്റ് ഇല്ലാത്തത്? മദ്യം മേടിക്കാൻ പാടില്ല പറയണം. മദ്യം ഇല്ലാതെ ഇരിക്കുന്നത് പറയുമ്പോൾ എല്ലാം പറയാം.
പക്ഷേ ഒന്നും നടക്കണമല്ലേ ഉള്ളൂ. പ്രൊജക്ടർ എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ 4K 2K ടെക്നോളജിയിൽ INX ഇങ്ങനെയൊക്കെ വന്നുപോയി. അതുകൊണ്ട് ഇപ്പോൾ ഫിലിം ഇല്ല, സ്റ്റുഡിയോ ഇല്ല, യൂണിറ്റ് ഇല്ല, മറ്റേ അതിൻ്റെ പേരെന്താ ലാബില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഇരിക്കണ ഫിലിം കൊണ്ട് നമ്മൾ യൂസ് ചെയ്ത് എത്രത്തോളം വർഷങ്ങൾ പോകാൻ അത്രത്തോളം കൊണ്ടുപോകാനുള്ളതാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന തിയേറ്ററുകളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ സെൻട്രൽ തിയേറ്റർ. ഈ ചരിത്രം പറയുന്ന തിയേറ്ററിൻ്റെ ആയുസ് ഈ മനുഷ്യൻ്റെ ആയുസ്സുമായി ഇപ്പോൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇനി എത്ര കാലം കൂടി സെൻട്രൽ തിയേറ്റർ നിലനിൽക്കും എന്ന ചോദ്യത്തിന് ഉത്തരം കാലം തന്നെ നൽകുന്നതായിരിക്കും.